ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയിൽ പ്രഹരമേറ്റ വിവരം ആദ്യമായി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് വ്യോമതാവളത്തിലെ സൈനിക സംവിധാനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായും അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേറ്റതായും ഇതാദ്യമായാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഡിസംബർ 27 ശനിയാഴ്ച നടന്ന വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ ചഗ്ലാലയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തെ ആക്രമിച്ചതായും അതിലെ സൈനിക സൗകര്യങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കിയതായും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അദ്ദേഹം സമ്മതിച്ചു. മെയ് 10 പുലർച്ചെ നൂർഖാൻ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തി ഇന്ത്യ തെറ്റു ചെയ്തു എന്നായിരുന്നു ധാറിന്റെ വാദം. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ അയച്ചു. 36 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 80 ഡ്രോണുകളെങ്കിലും അവർ അയച്ചിരിക്കും. 80-ൽ 79 ഡ്രോണുകളും ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു. ഒരു ഡ്രോൺ മാത്രമാണ് വ്യോമതാവളത്തിൽ പതിച്ചത്. അതിൽ സൈനിക സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ധാർ ഇങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇന്ത്യൻ സായുധ സേന മെയ് 7 പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത്. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികരണമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ആക്രമണം. ആദ്യം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടതിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിക സ്ഥാപനങ്ങളെ ആക്രമിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് നൂർഖാൻ. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ആക്രമിച്ച 11 വ്യോമതാവളങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സർഗോദ, റാഫിക്, ജേക്കബാദ്, മുരിഡ്കെ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. ഇന്ത്യ ആക്രമണം തുടങ്ങിയ ശേഷം മെയ് 9 രാത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ സിവിൽ സൈനിക നേതൃത്വം ഒരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രതികരണങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതായി ധാർ കൂട്ടിച്ചേർക്കുന്നു. ധാറിന്റെ വെളിപ്പെടുത്തലോടെ ഇന്ത്യയുടെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടം കുറച്ചു കാട്ടിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ ഇതുവരെയുള്ള അവകാശവാദങ്ങൾ തള്ളി ഇന്ത്യൻ സൈനിക വൈറ്ററൽ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് KJS ധില്ലൻ രംഗത്തു വന്നു. പാകിസ്ഥാന്റെ സമ ടൈംസ് വെബ്സൈറ്റിൽ 2025 ഓഗസ്റ്റ് 14 അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട 138 ധീരത പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അവർ മരണാനന്തരം ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. 138 പേർ മരണാനന്തരം ബഹുമതി ലഭിച്ചുവെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിലുണ്ടായ സൈനിക നടപടിയിൽ 400 മുതൽ 500 വരെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം. നൂർഖാൻ ബേസ് തീജ്വാലകളിലായിരുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ അതിന്റെ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തു. അപ്പോഴും അധികാര സ്ഥാനത്തിരുന്നവർ മാത്രമാണ് ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്നതെന്നും ധില്ലൻ പറഞ്ഞു. നൂർഖാൻ വ്യോമതാവളത്തിലെ ആക്രമണം ഷഹബാസ് ഷെരീഫും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. മെയ് 9-10 രാത്രികളിൽ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ആക്രമണത്തെക്കുറിച്ച് തന്നെ വ്യക്തിപരമായി അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞിരുന്നു. മെയ് മാസത്തിലെ ഉപഗ്രഹ ചിത്രങ്ങൾ നൂർഖാൻ, സർഗോദിലെ മുഷാഫ്, ഭോലരി, ജേക്കാബാദിലെ ഷാഹുബാസ് എന്നിവയുൾപ്പെടെ നിരവധി പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി കാണിച്ചിരുന്നു. മെയ് 10 നൂർഖാൻ, മുരിഡ്കെ, റാഫിക് എന്നിങ്ങനെ 3 വ്യോമതാവളങ്ങളെയാണ് ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യമിട്ടതെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു. ധാർ ഇപ്പോൾ നടത്തിയ പ്രസ്താവനയോടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ തന്ത്രപരമായ സൈനിക നടപടിയുടെ വ്യാപ്തിയും അവർക്കേറ്റ പ്രഹരത്തെയും കുറിച്ച് പാകിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. വിഷയത്തിൽ പാകിസ്ഥാൻ നേരത്തെ എടുത്തിരുന്ന എല്ലാ നിലപാടുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത്. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ബംഗറിൽ ഒളിക്കാൻ തന്റെ സൈനിക കാര്യ സെക്രട്ടറി ഉപദേശം നൽകിയതായി പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും വെളിപ്പെടുത്തിയിരുന്നു. താനത് നിരസിച്ചതായും സർദാരി ഒരു പൊതു ചടങ്ങിൽ വെളിപ്പെടുത്തി. യുദ്ധമുണ്ടാകുമായിരുന്നുവെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് സർദാരി അവകാശപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.